ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ അടുത്തെത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ എക്സാമിന് ബാക്കിയുള്ളൂ. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരുന്നത്. മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്റേഴ്സും മാക്രോ എക്കണോമിക്സിൽ 4 ചാപ്റ്റേഴ്സും. ഈ 9 ചാപ്റ്റേഴ്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ കുറേ കോൺസെപ്റ്റ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ അധികം കോൺസെപ്റ്റ്സ് പഠിക്കാനുള്ള ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആണെന്നാണ് എല്ലാ മക്കളും പറയുന്നത്. അപ്പോൾ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ ഇനി നമുക്ക് സിമ്പിൾ ആക്കാം. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഓട്ടോണമസ് കൺസംഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം 0 ആണെങ്കിൽ പോലും അവിടെയുള്ള കൺസംഷനാണ് ഓട്ടോണമസ് കൺസംഷൻ. ഇപ്പോൾ നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല എന്ന് കരുതി മെഡിസിൻ, ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അതിനെ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം കൺസംഷൻ ഇസ് നെഗറ്റീവ്. ഇവിടെ കൺസംഷൻ എന്ന് ഉദ്ദേശിച്ചുള്ളത് ഓട്ടോണമസ് കൺസംഷനെയാണ് കേട്ടോ. അത് നെഗറ്റീവ് അല്ല, നമുക്കറിയാം. ദെൻ അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം കൺസംഷൻ ഇസ് പോസിറ്റീവ്. അതാണ് കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചെക്ക് ചെയ്യാം. അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം കൺസംഷൻ ഇസ് 0, അതൊരിക്കലും അല്ല. ദെൻ നൺ ഓഫ് ദി അബവ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. MPC ഓഫ് എൻ എക്കണോമി 0.4 ആണെങ്കിൽ MPS എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, MPC പ്ലസ് MPS ഈക്വൽ ടു 1 ആണെന്ന്. അപ്പോൾ MPC 0.4 ആണെങ്കിൽ MPS എത്രയായിരിക്കും? 0.6 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചൂസ് ദി കറക്റ്റ് വൺ. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ APC പ്ലസ് APS ഈക്വൽ ടു 1 ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണെന്നുള്ളത്. നമുക്കറിയാം MPC പ്ലസ് MPS ഈക്വൽ ടു 1 ആണെന്നുള്ളത്. അതിൻ്റെ തന്നെ ആവറേജ് വേരിയബിൾസ് ആണ് APCയും APSും. അപ്പോൾ അതിൻ്റെ ടോട്ടലും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി അടുത്തയിലേക്ക് പോവാം. എക്സ് ആൻറ്റി കൺസംഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ആൻറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വേരിയബിളിൻ്റെ പ്ലാൻഡ് വാല്യൂ ആണ് എക്സ് ആൻറ്റി. അപ്പോൾ പ്ലാൻഡ് കൺസംഷൻ ആയിരിക്കും എക്സ് ആൻറ്റി കൺസംഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ആക്ച്വൽ കൺസംഷനെ നമ്മൾ എന്ത് പറയും? എക്സ്പോസ്ഡ് കൺസംഷൻ എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു എക്കണോമിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 40 crore ആണെന്ന് പറയുന്നുണ്ട്. അതുവഴി ഇൻകം 120 crore ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ചേഞ്ചും ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അതിനെ K വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പം Y ബൈ A ബാർ ആണ് ഈ പറഞ്ഞിട്ടുള്ള K എന്ന് നമുക്ക് പറയാം. ഡെൽറ്റ Y എന്ന് പറയാം, ഡെൽറ്റ Y ബൈ ഡെൽറ്റ A ബാർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് 120/40 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി ഇതല്ലാതെ മറ്റൊരു ഇക്വേഷൻ കൂടി നമുക്കുണ്ട്. 1/MPS നമുക്ക് ചെയ്യാൻ പറ്റും. 1/MPS. ഇനി MPS ആണ് നമുക്ക് തരുന്നതെങ്കിൽ അല്ലെങ്കിൽ MPC ആണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 120/40 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 3 ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇതിൽ ആവശ്യമുള്ളൂ, അത്രയും നമുക്കിതിൽ പറയാനായിട്ടുള്ളൂ. നമുക്കറിയാം പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറയുന്നത് ശരിക്കും ഇതൊരു പാരഡോക്സ് ആണ്. മൊത്തം നമ്മുടെ എക്കണോമിയിൽ എല്ലാവരുടെയും സേവിങ്സ് കൂടുവാണെങ്കിൽ എക്കണോമിയുടെ ടോട്ടൽ സേവിങ്സ് കൂടണമല്ലോ. പക്ഷേ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറയുന്നത് ശരിക്കും അങ്ങനെയല്ല. ഒന്നുകിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയോ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുകയോ ആണ് ചെയ്യുക. അതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇഫ് ഓൾ ദ പീപ്പിൾ ഇൻ ദ എക്കണോമി ഇൻക്രീസസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ദേ സേവ്. ഓക്കെ, ഇൻകം എന്നാണ്. അപ്പോൾ ഇൻകം ദേ സേവ്. ദ ടോട്ടൽ വാല്യൂ ഓഫ് സേവിങ്സ് ഇൻ ദ എക്കണോമി വിൽ നോട്ട് ഇൻക്രീസ്. ടോട്ടൽ വാല്യൂ ഓഫ് സേവിങ്സ് ഇൻക്രീസ് ചെയ്യില്ല. അത് ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ ചേഞ്ച് ഒന്നും വരാതെ കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കും. ഇതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. മൊത്തം എല്ലാവരുടെയും സേവിങ്സ് എക്കണോമിയിൽ കൂടി. ഓക്കെ, സേവിങ്സ് കൂടിയാൽ അവിടെ കുറയുന്നത് എന്തായിരിക്കും? കൺസംഷൻ ആയിരിക്കും അല്ലേ? കൺസംഷൻ കുറയും. നമ്മളെല്ലാവരും സേവ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കൺസംഷൻ കുറയും. അപ്പോൾ അതുവഴി അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തായാലും കുറയും. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുക അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ കൂടുന്നത് ആരാണ്? സപ്ലൈ ആണ് അല്ലേ? അപ്പോൾ എക്സസ് സപ്ലൈ സംഭവിക്കും നമ്മുടെ എക്കണോമിയിൽ. സാധനങ്ങളൊക്കെ ഇങ്ങനെ ആരും വാങ്ങാതെ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരുപാട് സപ്ലൈ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ നമുക്കൊന്ന് കുറയ്ക്കേണ്ടി വരും. പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ജോലി കുറയാൻ തുടങ്ങും അല്ലേ? അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജോലി കുറയാൻ തുടങ്ങും. ജോലി കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇൻകം കുറയാൻ തുടങ്ങും. ഇൻകം കുറഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ നമ്മുടെ സേവിങ്സും കുറയും. ഇങ്ങനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറയുന്നത്. സേവിങ്സ് ഒന്നുകിൽ കുറയാം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കാം. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഒരു 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡെൽറ്റ വൈ 1000ഉം ഡെൽറ്റ സി 700ഉം ആണെങ്കിൽ എം പി സിയും എം പി എസും കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എം പി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ സി 700ഉം ഡെൽറ്റ വൈ 1000ഉമാണ്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ എം പി സി എന്ന് പറയുന്നത്? 0.7 ആയിരിക്കും. എം പി സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എം പി എസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1 മൈനസ് എം പി സി ആയിരിക്കും. 1 മൈനസ് എം പി സി ആണ് എം പി എസ് എന്ന് പറയുന്നത്. സോ 1 മൈനസ് 0.7 ചെയ്താൽ 0.3 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എം പി എസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് എം പി സി പ്ലസ് എം പി എസ് ഈക്വൽ ടു 1. ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കറിയാം എം പി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണല്ലോ അല്ലേ. ഇനി എം പി എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആയിരിക്കും അല്ലേ. നമുക്കറിയാം സേവിങ്സ് പ്ലസ് കൺസംഷൻ ആണല്ലോ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എസ് ആയിരിക്കുമല്ലോ. കൺസംഷനിലെ ചേഞ്ചും സേവിങ്സിലെ ചേഞ്ചും കൂടെ കൂടിയത് തന്നെയായിരിക്കും ഇൻകത്തിലെ ചേഞ്ച്. വൈ എന്ന് പറഞ്ഞാൽ ഇൻകാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ വേരിയബിളിനെയും ഡെൽറ്റ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ വൈ, പിന്നെ ഇപ്പുറത്തുള്ള ഡെൽറ്റ സീനെയും ഡെൽറ്റ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഡെൽറ്റ എസിനെയും അതുപോലെ ഡെൽറ്റ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫലത്തിൽ നമുക്ക് എന്ത് കിട്ടും? 1 ഇസ് ഈക്വൽ ടു ഇവിടെ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എം പി സി ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എം പി എസ് ആണെന്നറിയാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഓട്ടോണമസ് കൺസംഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓട്ടോണമസ് കൺസംഷൻ ഇതാണ് നമുക്കറിയാം 20 അല്ലേ. കാരണം ഇക്വേഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സി ബാർ പ്ലസ് സി വൈ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സി ബാർ ആണ് ഓട്ടോണമസ് കൺസംഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ 20 ആണ് ഓട്ടോണമസ് കൺസംഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് വൈ അതായത് ഇൻകം 300 ആണെങ്കിൽ കൺസംഷനും സേവിങ്സും കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺസംഷൻ ആദ്യം ഈ 300 വൈ ആണെങ്കിൽ ഈ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഓട്ടോണമസ് അല്ലാതെ ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന നമ്മുടെ കൺസംഷൻ അത് എത്രയായിരിക്കും? 300ൻ്റെ 0.8 ആയിരിക്കും ആ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ, ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കൺസംഷൻ. ഓക്കെ, അത് 240 ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഓട്ടോണമസും കൂടെ കൂട്ടിയിട്ട് 260 ആണ് മൊത്തം എന്ത് വരുന്നത്? കൺസംഷൻ വരുന്നത്. ഓക്കെ, കൺസംഷൻ 260 ആണെങ്കിൽ നമ്മുടെ സേവിങ്സ് എത്രയായിരിക്കും? 300 ആണ് ഇൻകം. അപ്പോൾ അതിൽ നിന്ന് 260 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 40 ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? സേവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സേവിങ്സ് പ്ലസ് കൺസംഷൻ ആണല്ലോ ഇൻകം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇരിക്കുന്നത്. കൺസംഷൻ ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അത് സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. സി ബാർ 100 ആണ്, അതുപോലെ തന്നെ ഐ 250 ആണ് അല്ലെ, ഐ ബാർ 250 ആണ്. സോ 100 പ്ലസ് 250 ഡിവൈഡഡ് ബൈ 1 മൈനസ് സീൻ്റെ സ്ഥലത്തിരിക്കുന്നത് 0.8 ആണ്. സോ 0.8. അപ്പോൾ നമുക്ക് 350 ബൈ 0.2 എന്ന് കിട്ടും. അപ്പോൾ 350 ബൈ 0.2 ചെയ്താൽ നമുക്ക് 1750 ആണ് ഇക്വിലിബ്രിയം ഇൻകം എന്ന് കിട്ടും. ഇക്വിലിബ്രിയം ഇൻകത്തിനെ നമ്മൾ വൈ സ്റ്റാർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 70 കൂടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ സെയിം ഇക്വേഷൻ തന്നെ. ഓട്ടോണമസ് കൺസംഷൻ നമുക്ക് 100 തന്നെയായിരിക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് 70 കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്ലസ് 70 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 250 പ്ലസ് 70 ചെയ്ത് കഴിഞ്ഞാൽ 320 ആണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ബാക്കി ഒന്നിലും മാറ്റമില്ല. അപ്പോൾ അതൊന്നും മാറാതെ തന്നെ നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം ഇൻകം എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ 0.2 ചെയ്ത് കഴിയുമ്പോൾ 2100 ആണ് പുതിയ ഇക്വിലിബ്രിയം ഇൻകം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എം പി സി 0.6 ആണെങ്കിൽ അതുപോലെ തന്നെ പുതിയ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ എം പി സി 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒന്നിലും അവിടെ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ 100 പ്ലസ് 250 തന്നെയായിരിക്കും. ദെൻ അവിടെ 0.8ന് പകരം 0.6 ആകും. അപ്പോൾ 350 ബൈ 0.4 ആണെന്ന് വരും.
അപ്പം 350/0.4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 875 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇത് ആൾജിബ്രിക് മെത്തേഡിൽ എങ്ങനെ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും ആ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിക്കലി എക്സാമിൻ താഴെ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളും ഒന്ന് ഗ്രാഫ് വരച്ച് കാണിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ ഓഫ് എൻ എക്കണോമി. ഒന്നുമില്ല, നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗ്രാഫിക്കലി ഒന്ന് കാണിക്കാനാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചത് ആൾജിബ്രിക് മെത്തേഡ് ആണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക് മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫിൽ എങ്ങനെ കാണിക്കും ചോദിച്ചാൽ നമുക്കറിയാം, അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാ അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഗ്രാഫ് ഉണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഗ്രാഫ് ഉണ്ട്. ഇത് രണ്ടും നമുക്കറിയാം. അഗ്രിഗേറ്റ് സപ്ലൈ ഒരു 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ നിന്നായിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് ഇ എന്നുള്ള പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം. അത് തൊടുന്ന വൈ സ്റ്റാർ എന്നുള്ള പോയിന്റാണ് ഇക്വിലിബ്രിയം ഇൻകം. ഈ എ ഡി സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫിക്കലി എക്സാമിൻ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഓൺ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം അല്ലേ. അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ അതുപോലെ ഇക്വിലിബ്രിയത്തിൽ എന്ത് മാറ്റം വരും എന്ന് കാണിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ കൂടിയാൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇതാ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഗ്രാഫ് ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ എ ബാറും മാറും. അതുപോലെ തന്നെ പുതിയ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ വരും. പുതിയ ഇക്വിലിബ്രിയം E2 ആയിരിക്കും. പുതിയ ഇക്വിലിബ്രിയം ഇൻകം വൈ സ്റ്റാർ 2 ആയിരിക്കും. പുതിയ ഇക്വിലിബ്രിയം ഡിമാൻഡ് എ ഡി സ്റ്റാർ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒരു ചേഞ്ച് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ചേഞ്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേറെ ചേഞ്ചസ് ഉണ്ടല്ലോ, അതും കൂടി മിസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇനി ഇതേപോലെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ കുറയുകയാണെങ്കിലോ നമ്മുടെ എ ഡി കുറയും അല്ലേ. അപ്പോൾ എ ഡി ഇതാ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം അതായത് നമ്മുടെ വൈ സ്റ്റാർ ഇൻകവും കുറയും, അതുപോലെ തന്നെ എ ഡി സ്റ്റാറും കുറയും. ഇനി ഇതുപോലെ നമ്മുടെ ഫംഗ്ഷനിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ, നമ്മുടെ MPC അല്ലേ. ഓട്ടോണമസ് അല്ലാതെ ബാക്കിയുള്ള ആരാണ്, നമ്മുടെ MPC ആണ്. അതായത് സ്മോൾ സി ഉണ്ടല്ലോ, അതിലും മാറ്റം വരാം. അപ്പോഴും നമ്മുടെ ഈ ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഇൻകം ഒക്കെ നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള MPCയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, MPCയിൽ മാറ്റം വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഓട്ടോണമസിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നീങ്ങേയില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് മുകളിലേക്ക് സ്വിങ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ എ ഡി കർവ്. ഓക്കെ, അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം പുതിയ ഇക്വിലിബ്രിയം ഇൻകവും പുതിയ ഇക്വിലിബ്രിയം ഡിമാൻഡും. ഓക്കെ, ഇത് നമ്മുടെ MPC കൂടുന്ന കേസാണ്. ഇനി MPC കുറയുന്ന കേസും ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ MPC കുറയുകയാണെങ്കിലോ ഇതുപോലെ തന്നെ ഇവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ചെറുതായിട്ട് എ ഡി കർവ് ഒന്ന് താഴേക്ക് സ്വിങ് ചെയ്യും, ഒന്ന് കുറയും. ഇക്വിലിബ്രിയം ഇൻകവും കുറയും, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഡിമാൻഡും കുറയും. അപ്പോൾ ഈ ചേഞ്ചസ് നിർബന്ധമായും ഈ ഗ്രാഫുകൾ മക്കൾ പഠിച്ചു വെക്കണം. ഇത് എക്സാമിന് പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഗ്രാഫുകൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.